നെഹ്റു ട്രോഫി ജലമേളയിൽ രണ്ടാം സ്ഥാനത്തേക്കുള്ള ഫലപ്രഖ്യാപനം തടഞ്ഞതിൽ പരാതി. പുന്നമട ബോട്ട് ക്ലബ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു. വ്യാജ പരാതിയെ തുടർന്ന് ട്രോഫി തടഞ്ഞുവെച്ചെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രണ്ടാം സ്ഥാനം നേടിയ പുന്നമട ബോട്ട് ക്ലബ് പരാതി കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടേത് നിയമപരമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. അതിൻ്റെ അകത്ത് യാതൊരു ഒരു കള്ളത്തിലോ ഒരു തട്ടിപ്പോ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ പറ്റിയെന്ന് പറഞ്ഞാൽ ചില ക്ലബ്ബുകൾക്ക് അവർക്ക് മാത്രമേ ഫസ്റ്റ് കിട്ടാൻ പാടുള്ളൂ എന്നുള്ളൊരു ധാരണയാണ്. അത് നിയമമല്ല. അത് വേറൊരാൾ വന്നപ്പോൾ അവർക്കത് അംഗീകരിക്കാനുണ്ടായ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവർക്കും ഫസ്റ്റ് എല്ലാവരും മത്സരിക്കുന്നുണ്ട്. ഒരു മത്സരം നടക്കുമ്പോൾ അതിൽ ഒരാൾക്കല്ലേ ഫസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ട്രോഫി എന്തിനാണ് തടഞ്ഞു വെച്ചത്? ആലപ്പുഴയിൽ നിന്നും അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. പുന്നമടയിൽ അഴിമതിയുടെ ഓളങ്ങൾ ഇളകി തുടങ്ങി. അഴിമതിയല്ല, അപവാദത്തിൻ്റെയും ആരോപണങ്ങളുടെയും ഓളങ്ങൾ ഇളകി തുടങ്ങി. അശ്വിൻ, സ്കെയിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ നെഹ്റു ട്രോഫി ബോട്ട് റേസിനേക്കാൾ വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് ഇത്തവണ കടന്നുപോയത്. പ്രത്യേകിച്ച് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അത്ര ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. കൃത്യമായ വിജയമാണ് വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയപുരം ചുണ്ടൻ നേടിയത്. ഏകദേശം 4 തുഴപ്പാടകലെയാണ് അവരുടെ വിജയം കൃത്യമായി തന്നെ കാണുകയും ചെയ്തത്. ഒപ്പം തൊട്ടു പിന്നാലെ പുന്നമട ബോട്ട് ക്ലബിൻ്റെ നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം നേടിയത്. വളരെ 1 സെക്കൻഡിനോട് താഴെ സമയത്തിൽ അവർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. മൂന്നാമതായാണ് കഴിഞ്ഞ വർഷം ഒന്നാമതെത്തിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞെത്തിയത്. 4ാമതായി നിരണം ചുണ്ടൻ തുഴഞ്ഞെത്തുകയും ചെയ്തു. പക്ഷേ ഇവിടെ പരാതി വരാനുള്ള സാഹചര്യം ഈ നിരണം ചുണ്ടനിലൊപ്പം രണ്ടാമതെത്തിയ പുന്നമട ബോട്ട് ക്ലബിൻ്റെ ചുണ്ടനിലും അനധികൃതമായി തുഴക്കാരെ നിയോഗിച്ചു എന്നുള്ളതാണ് ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നൽകിയിരിക്കുന്ന പരാതി. അതായത് ആകെ തുഴയുന്ന തുഴച്ചിലുകാരുടെ 25% മാത്രമേ പ്രൊഫഷണൽ തുഴച്ചിൽക്കാരെ, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുഴച്ചിലുകാരെ അനുവദിക്കുകയുള്ളൂ. NDBRന്റെ നിയമം അങ്ങനെയാണ്. ആ നിയമം ലംഘിച്ചുകൊണ്ട് അതിലധികം ആൾക്കാരെ, 25%-ലധികം ഇതര സംസ്ഥാന തുഴച്ചിലുകാരെ ഈ വള്ളങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബോട്ട് ക്ലബിൻ്റെ പരാതി. അന്ന് തന്നെ ഒരു പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും ഒന്നും നിയമവിരുദ്ധമായി കണ്ടെത്താനായില്ല. ഇപ്പോൾ അത് കളക്ടർക്ക് ഔദ്യോഗിക പരാതിയായി അന്ന് തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി എന്താണ് നടപടി എന്നുള്ളത് കളക്ടറാണ് വിശദമാക്കേണ്ടത്. അതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വള്ളംകളിയുടെ 1ാം സ്ഥാനം മാത്രമാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 ദിവസം പിന്നിടുകയാണ് വള്ളംകളി പൂർത്തിയായിട്ട്. ഇപ്പോഴും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും 4ാം സ്ഥാനവും കൃത്യമായി അറിയാമായിരുന്നിട്ട് പോലും അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെയാണ് പുന്നമട ബോട്ട് ക്ലബ്ബ് ഇപ്പോൾ പരാതി നൽകിയ ക്ലബിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അത് വ്യാജ പരാതിയാണ്. ആ വ്യാജ പരാതിയുടെ പേരിൽ വ്യക്തമായ വിജയം പ്രഖ്യാപിക്കാതിരിക്കുന്നത് ഇത് കണ്ട ലക്ഷക്കണക്കിന് ആളുകളോടുള്ള വെല്ലുവിളിയാണ്. അവരെ മണ്ടന്മാരാക്കുന്ന തീരുമാനമാണ് NDBRന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവരുടെ പരാതി. അതിനും അപ്പുറത്തേക്ക് പോയാൽ ഇനി CBL മത്സരങ്ങൾ, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അടക്കം വരാനിരിക്കുകയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഈ ഫലപ്രഖ്യാപനം വൈകുന്നത് CBL കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം മറ്റ് ഈ ബോട്ട് ക്ലബ്ബുകൾക്ക്, CBL പങ്കെടുക്കുന്ന ബോട്ട് ക്ലബ്ബുകൾക്ക് അവർക്ക് കിട്ടേണ്ട ചില തുകകളുണ്ട്. ആ പൈസകളൊക്കെ അടക്കം കിട്ടുന്നതിനും ഈ ഫലപ്രഖ്യാപനം വൈകുന്നത് തിരിച്ചടിയാകും. എന്തായാലും വലിയ പരാതി, ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഇനി ഇതിൽ എങ്ങനെയാണ്, എപ്പോഴാണ് ഫലം പ്രഖ്യാപിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് NDBRന്റെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറാണ്. SK. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.